ഗുരുതരമായ നിയമ ഭേദഗതികൾ വഴി ശതകോടികളുടെ കള്ള ഇടപാടുകൾ നടത്താൻ കഴിയുമായിരുന്ന ഒരു ഏർപ്പാട് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദു ചെയ്യുകയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ 2018 നരേന്ദ്രമോദി സർക്കാർ കുറച്ചുകൂടി രാഷ്ട്രീയമായി പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളെ തീർക്കുക, അവരെ സാമ്പത്തികമായി നിരായുധീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അത് തടഞ്ഞിരിക്കുകയാണ്. ധനസുമോദ് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ധനസുമോദ്, ഈ വിധി പറഞ്ഞുകൊണ്ട് കോടതി എന്തൊക്കെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു പുതിയ വിവരം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ബോണ്ട് മുഖേന വാങ്ങിയ തുക തിരിച്ചു നൽകണം എന്നുള്ള ഒരു ശക്തമായ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പുറപ്പെടുവിക്കുകയാണ്. അതായത് ഈ ഒരു കേന്ദ്ര സർക്കാരിന് ഒരു മുഖമടച്ച് കിട്ടിയ ഒരു വലിയ അടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാര്യം അവർ ഇതുവരെ വാദിച്ചു നിന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം ഇതിന് പ്രധാനമായും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ബാങ്ക് മുഖേന ഉള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു സുതാര്യത ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതെല്ലാം ഒരിക്കലും സുതാര്യമല്ല. ഇത്തരത്തിലുള്ള കാര്യം ഈ നേരത്തെ പറഞ്ഞ പോലെ കടലാസ് കമ്പനികൾക്ക് പോലും ഒരു നിക്ഷേപിക്കാവുന്ന തരത്തിലേക്കുള്ള, അതായത് കടലാസ് കമ്പനികൾക്ക് പോലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ പറ്റുന്ന തരത്തിലാണ് ഈ നയം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ജനം അറിയരുത് എന്ന് പറയുന്നത് ശരിയല്ല. വോട്ടർമാർക്ക് ഈ തരത്തിലുള്ള അറിയാനുള്ള കൃത്യമായ അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും കൃത്യമായ വിധി ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന അഭിനന്ദാർഹമായ ഒരു വിധിയെന്നാണ് ഇതിനോട് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം കോടതിയിൽ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു. കാര്യം പ്രശാന്ത് ഭൂഷണാണ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസ് വാദിക്കുന്നതും ഈ വാങ്ങിയ പണം മുഴുവൻ, ബോണ്ടുകൾ വഴി വാങ്ങിയ പണം മുഴുവൻ രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചു കൊടുക്കണം എന്ന് കോടതി ഉത്തരവിടുകയാണോ? ഇലക്ട്രൽ ബോണ്ടിൽ ഇതുവരെ എടുത്ത നടപടികളെല്ലാം കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ്, ഇതെല്ലാം റദ്ദാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ നൽകുന്നത് ബാങ്കുകൾ നിർത്തലാക്കണം. സംഭാവനകളുടെ വിശദാംശങ്ങൾ അത് ലഭിച്ച പാർട്ടി സഹിതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കണം എന്നുള്ള കാര്യം ഒരു ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ എങ്കിലും കിട്ടുന്ന വിവരമനുസരിച്ച് 90% തുക ലഭിച്ചിരിക്കുന്നത് BJPക്ക് തന്നെയായിരുന്നു. ഈ വിവരങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ബാങ്ക് നൽകുന്ന വിവരങ്ങൾ മാർച്ച് 31 മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ശക്തമായ ഒരു വിധി പ്രഖ്യാപനം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ബാങ്ക് നൽകുന്ന ഇതുവരെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല. പുറത്തു പറഞ്ഞാൽ സർക്കാർ മാറി ഇവർ സംഭാവന നൽകിയിരിക്കുന്ന പാർട്ടികൾ അധികാരത്തിൽ വന്നാൽ ഇവരെ പ്രതികാര മനോഭാവത്തോടെ വേട്ടയാടും എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിരുന്ന ആ വാദങ്ങൾ അമ്പേ പൊളിയുകയാണ്. അത് സുപ്രീം കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ബാങ്ക് നൽകുന്ന ഈ ബാങ്ക് വിവരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകണം. ഈ നൽകുന്ന വിവരങ്ങൾ മാർച്ച് 31 അതായത് ഒരു അന്തിമ തീയതി വെച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു വിധിന്യായം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി